എല്ലാവർക്കും ഹോംമെയ്ഡ് അടുക്കളയിലേക്ക് സ്വാഗതം. നമുക്ക് ചെമ്മീൻ കൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ചെമ്മീനൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇപ്പം നമ്മൾ ചതച്ചെടുത്താണ്. ഇത് നമുക്ക് നല്ല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് അരച്ചത്, കരിവേപ്പില, ലേശം തക്കാളി, ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് നല്ലപോലെ ഇളക്കി ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ലേശം മസാലപ്പൊടി ഇടാം. കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക്, നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടി ഇടാവുന്നതാണ് കേട്ടോ. ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല, പച്ചമുളക് നല്ല അരച്ച് ചേർത്തുകൊണ്ട് നമുക്കത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് എണ്ണ ചൂടാക്കാൻ വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുവിധം നല്ലപോലെ വെളിച്ചെണ്ണ വേണേ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ലേശം കരിവേപ്പില നല്ലപോലെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. നമുക്കിതുപോലെ കുറച്ച് പെറുക്കി അങ്ങോട്ട് വയ്ക്കാം. നമുക്ക് ഒരു വശം മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. കരിവേപ്പില നമുക്ക് ലേശം ഇങ്ങനെ പുറത്ത് ഇട്ട് കൊടുക്കണേ. ഇതൊന്ന് മുരിഞ്ഞ് വെക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇടയ്ക്ക് 3-4 പ്രാവശ്യം ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് വെള്ളമൊക്കെ വറ്റിച്ച് ഇതുപോലെ ആക്കിയെടുക്കണം. നമുക്ക് സെർവ് ചെയ്യാം, പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കരിവേപ്പില ഇട്ടിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻറ്റൊക്കെ അറിയിക്കുക, ലൈക്കൊക്കെ അടിച്ചു തരണേ. എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരും. ഓക്കേ, ബായ്.